ബിസ്ക്കറ്റ് എടുക്കുക. എന്നിട്ട് വരപ്പൊടി വെക്കുക. മറ്റൊരു സാധനല്ലേ ഇവിടെ ഇങ്ങനെ കൂടി കുത്തി അതെടുത്താണ്ട് ഇങ്ങനെ അരച്ചിട്ട് പിന്നെ പഞ്ചാര ഇട്ട് ഇങ്ങനെ കൊയ്ക്കുക. പിന്നെ തിളപ്പിച്ച് അത് വെള്ളയിൽ ഇട്ടാണ്ട് തിളപ്പിച്ചിട്ട് നമ്മൾ കുറച്ചേരം വേവിച്ചെടുക്കുക. റൂമിൽ എന്തൊക്കെയാണ് ചെയ്യണ്ട എന്താണെങ്കിൽ ചെയ്യണം. പിന്നെ 5 മണിയാകുമ്പോൾ അവിടേക്ക് പോകണം. പോയിട്ട് അത് ഒരു പൊടി ഉണ്ടാവും, വെള്ളപ്പൊടി ഇല്ലേ, അതിക്ക് ഇടുക. ഏത് വെള്ളപ്പൊടി? വെള്ളപ്പൊടിക്ക് പേരിട്ട് വെള്ളപ്പൊടി അതെടുത്തിട്ട് നല്ലോണം കഴിക്കുക. എണ്ണ വെക്കുക. പിന്നെ നല്ലോണം കഴിക്കുക. പിന്നെ ചൂടാക്കിയിട്ട് ഉരുളാക്കുക. പിന്നെ അതിക്ക് ഇടുക. ഇട്ടിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നമ്മൾ അതിങ്ങനെ എടുക്കുമ്പോൾ ഒരു ഇതിൻ്റെ വരെ ഉണ്ടാവും. ഇങ്ങോട്ട് നമ്മൾ പിന്നും പഞ്ചാര ഇടുക. 2 സ്പൂൺ പഞ്ചാര. ഇങ്ങോട്ട് ഒരു പാത്രത്തിൽ ഇട്ടാണ്ട് നല്ലോണം കഴിക്കുക. മിക്സ് ചെയ്യുക. ഒരു ഇതില്ലേ, ഒരു സാധനം, അതിനോട് മിക്സ് ചെയ്യുക. ക്രീമില്ലേ, അതിനോട് ക്രീം ഉണ്ടാക്കുന്ന സാധനമില്ലേ, അതിനോട് ഇങ്ങനെ മിക്സ് ചെയ്യുക. പിന്നെ 5 ബിസ്ക്കറ്റ് ഇട്ടില്ലേ, എന്നിട്ട് എല്ലാം ഇട്ടില്ലേ. പിന്നെ നമ്മൾ എന്താ അറിയുക ആക്കണ്ടേ അറിയില്ലല്ലോ. പിന്നെ നമ്മൾ പീടികയിൽ പോയാണ്ട് പഴ വാങ്ങുക. പഴ വിടല്ലോ. പിന്നെ പഴ വാങ്ങി, ചെറിയ പഴം അല്ല, വലിയ പഴമാണെങ്കിലും വലിയ പഴമാണ്. പിന്നെ നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഇത് മാക്കുമ്പോൾ പഴം എല്ലാതും കൂട്ടിയിട്ട് വരി റെയിൻബോ കളർ ഇതാക്കണം. റെയിൻബോ കളർ ഒഴിച്ചിട്ടുണ്ട്. റെയിൻബോ കളർ ഒഴിച്ചാൽ റെയിൻബോ കളർ ഈ പിടിയിലില്ലല്ലോ. പിന്നെ ഇങ്ങനെ അതിങ്ങനെ കലക്കി പിന്നും കലക്കുക. കുറേ